KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത സവാദിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആദ്യ കേസിൽ വേണ്ട രീതിയിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പെൺകുട്ടി കൂടി ഇരയാകേണ്ടി വരില്ലായിരുന്നുവെന്നാണ് ആദ്യ കേസിലെ പരാതിക്കാരി നന്ദിത ശങ്കര 24നോട് പറഞ്ഞത്. ഈ മാസം 14 മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു അതിക്രമം. ബസ് പടിഞ്ഞാറേക്കോട്ടയ്ക്ക് സമീപം എത്തിയപ്പോഴാണ് ലൈംഗിക അതിക്രമം നടത്തിയത്. യാത്രക്കാർ സവാദിനെ തടഞ്ഞുവെച്ചു. പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും സവാദ ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി. അതിക്രമം സംബന്ധിച്ച് യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയതോടെ സവാദ ഒളിവിൽ പോയി. പൊള്ളാച്ചിയിൽ നിന്ന് അതിസാഹസികമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ച് സമാന കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. 2023 KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ആ കേസിൽ തനിക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ലെന്ന പരാതിക്കാരി നന്ദിത മസ്താനി. അന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്നൊരു പെൺകുട്ടി വീട്ടിലിരുന്ന് വിക്ടിം ആവുന്നുണ്ടാവില്ല. ഇന്ന് ഒരു പെൺകുട്ടി വീട്ടിലിരുന്നിട്ട് വേർ ഷീ വെന്റ് റോങ് എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല. ഷീ വുഡ് ഹാവ് നോട്ട് ഹാഡ് ടു ഗോ ത്രൂ എ സെക്ഷൽ അബ്യൂസ് ആൻഡ് ഗോ റിപ്പോർട്ട് ഇറ്റ് ടു ദ പോലീസ്. അന്ന് 2 വർഷം മുന്നേ ഇവനെ നിർത്തിയിരുന്നെങ്കിൽ ഈ 2 വർഷമായി ഐ സ്വെയർ there has been a lot of women അത്രയും പെമ്പിളെ രക്ഷപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വടകര സ്വദേശിയാണ് സവാദ്. 24 തൃശൂർ. ഈ ഊഴത്തിലെങ്കിലും കർക്കശമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.